ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബീഫും കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ട സാധനങ്ങളാണ് സവാള, ഒരു മീഡിയം സൈസ് സവാള 2 ഞാനത് കുരുകുരുന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5-6 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. അതാട്ടോ നമ്മൾ എണ്ണയിൽ ഇപ്പോൾ വഴറ്റി കൊടുക്കുന്നത്. നന്നായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടി പിച്ചിയിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കിഴങ്ങ് വേണം, പിന്നെ മുട്ട വേണം, ബ്രെഡ് വേണം. അപ്പോൾ കിഴങ്ങ് ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതാട്ടോ ആയിരിക്കുന്ന പ്ലേറ്റിൽ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡും ഒരു 4-5 കഷ്ണം ബ്രെഡ് എടുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇതിന് ആവശ്യത്തിനുള്ള ഏകദേശം സാധനങ്ങളാട്ടോ ഞാൻ ചെയ്ത് വെച്ചേക്കണത്. അപ്പോഴത്തേക്കും നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ടു. അപ്പോൾ അതിലേക്ക് നമ്മൾ മുളക് പൊടി ഒരുപാട് മുളക് പൊടി വേണ്ട, കാരണം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂണിൽ 2 സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുള്ളൂ, അത് മതി. അപ്പം അത് ഇട്ട് കൊടുത്തു. ശകലം ഇറച്ചി മസാലപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടത് യോജിപ്പിക്കണം. നമ്മൾ കിഴങ്ങ് വേവിച്ചതിലും ഇറച്ചി വേവിക്കുന്നതിലും നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഒരുപാട് ഉപ്പൊന്നും ഇടേണ്ട, ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായി പോകും. അപ്പോൾ ആ സവാളയിലേക്ക് ഞാനൊരു ശകലം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം കറക്റ്റായിരിക്കുമെന്ന് എനിക്ക് തോന്നണു. അപ്പം അത് നന്നായിട്ട് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ കിഴങ്ങും ഇറച്ചി, നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും കിഴങ്ങും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പക്ഷേ നമ്മളങ്ങനെ തവി കൊണ്ടോ അല്ലെങ്കിൽ ചട്ടകം കൊണ്ടോ ഒക്കെ നമ്മളങ്ങനെ കാണിച്ചാലും ശരിക്കും മിക്സായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ അത് ചെയ്യണം, എന്നാൽ മാത്രം അത് മിക്സായിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട്, ഇറച്ചിയും ഈ കിഴങ്ങും സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് നമ്മൾ കൈയും കൊണ്ട് നന്നായിട്ട് നമ്മൾ അതിനെ യോജിപ്പിക്കണം. അപ്പം ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനെ എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. അപ്പം ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. കുറവാണെങ്കിൽ മാത്രം അത്, ഉപ്പ് കൂടിപ്പോയാൽ കൊള്ളില്ല. അപ്പം നന്നായിട്ട് കറക്റ്റ് ഉപ്പ് ആകാൻ പാകത്തിന് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ഞാൻ എപ്പോൾ ഉപ്പിട്ടാലും കൂടി പോകാറുണ്ട്, എൻ്റെ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഉപ്പിടാറുള്ളൂ. അപ്പം ഞാനൊന്ന് ഇട്ടത് കറക്റ്റായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അതിനെ നമ്മൾ ചെറിയ ബോൾസായിട്ട് ഉരുട്ടി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ നന്നായിട്ടിത് മിക്സ് ചെയ്തെന്നാൽ മാത്രമേ ഉള്ളൂ ബോൾസായിട്ട് എടുക്കാൻ പറ്റില്ല, ഇത് വിടർന്നു വരും. എല്ലാം ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അത് കലക്കിയെടുത്തു. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ ബോൾസ് നമ്മൾ കയ്യിൽ വെച്ച് ഓരോന്നെടുത്ത് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പതുക്കെ നമുക്ക് കൊടുക്കണം, പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പോലെ അങ്ങനെ ആക്കിയിട്ട് ആദ്യം നമ്മൾ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ആ ബ്രെഡ് പൊടിയിലേയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ആദ്യം നമ്മൾ തീ കൂട്ടി വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ തീ ഫ്ലെയിം കുറച്ച് വെക്കണം. അല്ലെങ്കിൽ ഇത് അടിഭാഗം കരിയും, വേഗമില്ല, കരിയും. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കട്ട്ലേറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് 2 സൈഡിലോട്ട് സമയം വേണം. അപ്പോൾ എൻ്റെ കട്ട്ലേറ്റ് റെഡിയായി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്.